ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു സെല്ലുലോയിഡ്. ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റുകൾ കൊണ്ടും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ കൊണ്ടും സമ്പന്നമാണ് മലയാള സിനിമ. അത്തരത്തിൽ സബ്ജക്റ്റിലും ഫിലിം മേക്കിങ്ങിലും സ്ത്രീ സാന്നിധ്യമായി മാറുന്ന സിനിമയാണ് ആലി. സോ ഇന്ന് സെല്ലുലോയിഡിൽ ആലിയുടെ വിശേഷങ്ങളാണ്. വെൽക്കം ടു സെല്ലുലോയിഡ് ഫാമിലി. യെസ്, സോ എനിക്കൊന്ന് ഓഗസ്റ്റ് 14 ഒഫീഷ്യലി ഇറങ്ങുകയാണ്. അതിൻ്റെ ഒഫീഷ്യലി സിനിമയുടെ വിശേഷങ്ങൾ സെല്ലുലോയിഡിലൂടെ അറിഞ്ഞു തുടങ്ങുക എന്നുള്ള എൻ്റെ സന്തോഷം കൂടി എനിക്കുണ്ട് പേഴ്സണലി ഇവിടെ ഇരിക്കുമ്പോൾ. സോ എല്ലാവർക്കും ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, താങ്ക് യു. ആൻഡ് ഒരു ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റ്, അതിൽ ഒരു അമരസ്ഥാനത്ത് ഒരു സംവിധായകയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൂടി അപ്പോൾ ശരിക്കും ഭയങ്കര കേൾക്കാൻ സന്തോഷമുള്ള വാർത്തയാണത് അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് കൊണ്ടും അതിൻ്റെ ഒരു ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് ആയിട്ട് നിൽക്കുന്നതും ഒരു ഫീമെയിൽ ടച്ച് ഉണ്ട് എന്നുള്ളത് എങ്ങനെ ഈ സബ്ജക്റ്റ് വന്നു എന്ന് ചോദിച്ചു തുടങ്ങട്ടെ ആദ്യമേ. സബ്ജക്റ്റ് സ്റ്റോറി കുറെ എഴുതിയിട്ടുണ്ടായിരുന്നു, എൻ്റെ തന്നെ സ്റ്റോറിയാണ്. ഓക്കെ, ആ, പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്തു, പല രീതിയിൽ എൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ നോക്കി. പിന്നെ ഫൈനലി അപ്പോൾ അന്ന് ഫസ്റ്റ് ടൈം ഞാൻ ഡിസ്കസ് ചെയ്യുമ്പം ഡോക്ടർ രജിത് സാറായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ 3 ഓപ്ഷൻസ് പറഞ്ഞു, സാറിന് കേട്ടിട്ട് ഏതാ നല്ലതായിട്ട് തോന്നുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് ആദ്യത്തെ സാർ പറഞ്ഞു അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ, നമുക്ക് ഷൂട്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാവും തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എടുത്തു. അങ്ങനെ സെക്കൻഡ് വൺ ഹി വാസ് ഓക്കെ വിത്ത്. അപ്പോൾ സാറ് പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ മാത്രം ഡിസൈഡ് ചെയ്താൽ പോരെ അല്ലേ, നമ്മൾ ഒരാൾ കേൾക്കണം നമ്മൾ പറയുന്ന സ്റ്റോറി. അപ്പോൾ എനിക്ക് സാറിന് ഇഷ്ടപ്പെട്ട അതാണ്. അപ്പം ഞാൻ ആ സ്റ്റോറി 1-2 പേരെടുത്തും കൂടെ മറ്റുള്ളവരോടും എൻ്റെ പ്രൊഡ്യൂസറുടെ അടുത്തും ഒക്കെ സംസാരിച്ചപ്പോൾ അവർക്കും അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് എത്തിയത്. ആദ്യ സിനിമ ശ്രീലങ്കൻ സുന്ദരിയാണ്, ഇവിടെ ആലിയാണ് അല്ലേ? അപ്പോൾ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ എന്നുള്ളതിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുകയും അതിനേക്കാൾ ഉപരിയായിട്ട് ദുബായിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നു, അബുദാബിയിൽ. അപ്പം നമുക്ക് എപ്പോഴും ഏറ്റവും അല്ലെങ്കിൽ അപരിചിതമായ ആളുകളിൽ എവിടേക്കോ പരിചിതം തോന്നുന്നതിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് അവിടെ അല്ലേ? കാരണം ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ആളുകൾ എത്തുന്നു, പലതരം കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നു. അപ്പം ഒരു സിനിമ മനസ്സിലുണ്ടാവുന്ന ഒരാൾക്ക് ഏതൊരാളെ കാണുന്ന സമയത്തും ഒരു കഥാപാത്രം തോന്നിയേക്കാം അല്ലേ? അപ്പം ശരിക്കും അവിടെ ആയത് ശരിക്കും സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല കേട്ടോ. കലാപരമായ എല്ലാ ജീവിതവും പോയത് ഞാൻ ദുബായിക്ക് പോയ ശേഷമാണ്. അതെ, ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ചിലം കഴിച്ചൂടെ? അതെ, കാര്യം ഞാൻ പോകുമ്പോ 2007 ഞാൻ പോകുമ്പോ ഫൈനൽ ഞാൻ ബൈ വിൽ സീ ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ പോയത്. കാര്യം എനിക്ക് അവിടെ ദുബായിൽ ചെന്നപ്പോ എന്നെ സജിൻലാൽ സാർ വിളിച്ചിരുന്നു. എനിക്ക് അറിയാൻ തോന്നുന്നു, സാറിനെ വിളിച്ചിരുന്നു, വന്ന് ജോയിൻ ചെയ്യും. പക്ഷേ ഈവനിങ് 7:30 ആണ്. അന്ന് ദുബായിൽ തന്നെ മെട്രോ പോലും ഇല്ല. അന്ന് ഞാൻ ദുബായിലാണ് ചെല്ലുന്നത്, ഇപ്പോഴും ഞാൻ അബുദാബിയിലാണ്. അപ്പൊ മെട്രോ പോലും ഇല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. നമുക്കിപ്പോ ഓഫീസിൽ പോകുമ്പോൾ തന്നെ കമ്പനി ബസ്സൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഗൾഫ് ന്യൂസിലാണ് പിന്നെ ഞാൻ ജോയിൻ ചെയ്യുന്നത് അവിടെ. അപ്പോഴും പത്രത്തിൽ തന്നെ, പക്ഷേ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് അബുദാബിയിലോട്ട് മാറിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറി. അതിനുശേഷം കലാപരമായിട്ടുള്ള എല്ലാം അവിടെ വൈൻഡപ്പ് ചെയ്തു. പക്ഷെ നമ്മൾ ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ചെയ്താലും കടൽ കടന്നു പോയാലും കല അങ്ങനെ നഷ്ടപ്പെടില്ല എന്ന് തന്നെ ഏറ്റവും ഉദാഹരണമാണ്. ഇല്ല, ആക്ച്വലി ഞാൻ കാര്യം നമുക്ക് അവിടെ കലാപരമായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓർഗനൈസേഷൻസിലൊക്കെ നിൽക്കാം. ഞാൻ പിന്നെ അവിടെ ഹോച്ച് പോച്ച് തന്നെ ഒരു പ്രോഗ്രാം ഞങ്ങൾ കുറേ കമ്പനീസ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചെയർപേഴ്സണായി. അത് ഈ കുട്ടികൾക്ക് കലാഭാസനം അതിൻ്റെ മീൻസ് എൻകറേജ് ചെയ്യുന്നതിൻ്റെ കോമ്പറ്റീഷൻസ് ആയിരുന്നു, ലൈക്ക് യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു. അപ്പോൾ അത് ഇയർലി അത് മാത്രം നടത്തി പോകുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് 5 സീസൺസും ചെയ്തിട്ടുണ്ട്. കോവിഡോടെ അത് പോയി. അപ്പോൾ അത് മാത്രമായിരുന്നു പിന്നെ എൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത്. പിന്നെ അവിടെ ചെയർപേഴ്സണായിട്ട് നിന്നുകൊണ്ട് എല്ലാ വർക്കും ചെയ്യാം. അപ്പോൾ അവിടെ വെച്ച് എല്ലാം നമ്മൾ വൈൻഡപ്പ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് കോവിഡാണ് എന്നെ മാറ്റിയത്. അതെ, ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് എഴുത്ത് തുടങ്ങി. പിന്നെ പാട്ട് അത് വിഷ്വലൈസ് ചെയ്യണം തോന്നി, വിഷ്വലൈസ് ചെയ്തു. അവിടെ നിന്നും പിന്നെ വീഡിയോ സോങ്സ്, പിന്നെ ഷോർട്ട് ഫിലിംസ്. അപ്പോൾ വീഡിയോ സോങ്സിന് കുറച്ച് അവാർഡ്സ് കിട്ടി നാട്ടിൽ അയച്ചപ്പെട്ടു ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഷോർട്ട് ഫിലിം കൂടെ ചെയ്യും, ഒരു ചിൽഡ്രൻസ് മൂവി ചെയ്യും. അതിൽ ഡോക്ടർ ആർ എസ് പ്രദീപാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. കാര്യം ചിൽഡ്രൻസ് മൂവി എടുക്കും, നമുക്ക് സ്റ്റേറ്റ് അവാർഡിന് കൊടുക്കാം. അപ്പം ഞാൻ ആക്ച്വലി നമ്മളെ സ്കൂളുണ്ട്, സ്കൂളിൽ തന്നെ ഞാൻ പ്രിൻസിപ്പളുമാണ്. അപ്പോൾ കുട്ടികളുണ്ട് ഓട്ടിസ്റ്റിക് ആയിട്ട് കൂടെ ചൈൽഡ് തെറാപ്പിസ്റ്റും കൂടെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ വിചാരിച്ചു കുട്ടികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു സ്റ്റോറി മീൻസ് റെലവെൻ്റ് ആയിട്ടുള്ളതും ആക്ച്വലി നടക്കുന്ന അവിടുത്തെ സ്റ്റോറിയാണ്. കാര്യം ഡെയിലി എനിക്ക് കൗൺസിലിംഗ് ഉണ്ട്, പേരൻറ് കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ ഡെയിലി ഓരോ സ്റ്റോറി ഞാൻ കേൾക്കുന്നുണ്ട്, ഓരോ പേരൻസിൻ്റെയും കുട്ടികളുടെയും ഒക്കെ. അങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റോറി പെട്ടെന്ന് ഉണ്ടാക്കി. പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ലെവൽ നോക്കുക. അത് അവിടെ തന്നെ സ്കൂളിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്തു. അത് ഞങ്ങൾ കേരള സ്റ്റേറ്റ് അവാർഡ് കൊടുത്തു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ലെങ്കിലും ഓൾ കേരളയിൽ എനിക്ക് കുറേ അവാർഡ്സ് കിട്ടി. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അതിൽ മെയിൻലി ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ഈ സ്മോൾ 4 വയസ്സുള്ള കുട്ടിയാണ്, ഓട്ടിസ്റ്റിക് ആണ്. അപ്പോൾ അവൻ്റെ ലാംഗ്വേജ് എങ്ങനെ തിരിച്ചുള്ള സ്പീച്ച് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഒരു വിഷയം.
തീം. അപ്പോൾ കുട്ടികളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ആ ചിൽഡ്രൻസ് മൂവിയിൽ വരുന്നത്. പക്ഷെ എല്ലായിടും ഡെബ്യൂ ഡയറക്ടറായിട്ടും അത് മാത്രമല്ല സ്ക്രീൻ പ്ലേക്കും ഒക്കെ എനിക്ക് അവാർഡ്സ് കിട്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു കുറച്ച് ഷോർട്ട് ഫിലിംസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് എടുത്തു. അതിന് കൂടെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് നിന്നു. അതും ഡോക്ടർ ആർ എസ് പ്രദീപും മിസ്റ്റർ നൌഷാദ് എന്ന് പറയുന്നത്, പുള്ളി സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, കേരള സ്റ്റേറ്റ് അവാർഡ് ചിൽഡ്രൻസ് മൂവിയുടെ. ആളും കൂടെ നിന്നിട്ട് അവരുടെ കൂടെ ഞാൻ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു, അസിസ്റ്റൻ്റായിട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. കമല എന്ന് പറഞ്ഞ മൂവി, അപ്പോൾ അതിൽ ഞാൻ തന്നെ ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. അതും എൻ്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ആണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സിനിമയിലേക്ക് ഞാൻ എടുത്ത് ചാടുന്നത്. സ്വന്തം ലൈഫ് തന്നെ ഒരു സിനിമയ്ക്ക് കഥയ്ക്കുള്ള വകുപ്പുണ്ട് അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ചേച്ചി, നമുക്ക് നല്ല അഭിനേതാവാണ് അല്ലെങ്കിൽ അഭിനേത്രിയാണെന്നുള്ള അറിയിക്കാൻ ഒരുപാട് വേഷങ്ങൾ ഒരുപാട് സിനിമകളൊന്നും വേണ്ടാന്ന് തെളിയിച്ചിരിക്കുകയാണ് അല്ലേ? വാഴുന്നൊറ്റ സിനിമയോ ഒരു ക്യാരക്ടർ മാത്രം മതി, ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ആളുകളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഒരു കഥാപാത്രമായി മാറാൻ പറ്റും എന്നുള്ളതും തെളിയിക്കുക എന്നുള്ളത്. അപ്പം നമ്മളെപ്പോഴും അച്ഛൻ നോക്കുന്ന കുടുംബങ്ങളെ പറ്റി സംസാരിക്കും, പക്ഷേ അമ്മ കൃത്യമായിട്ട് ഇത് ഡീൽ ചെയ്യുന്ന കുടുംബങ്ങൾ ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം ആ സിനിമയിൽ ഏറ്റവും ഭംഗിയുള്ള ഭാഗം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ ലൈച്ചിച്ചിയുടെ ക്യാരക്ടറും ആ കുടുംബമായിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാമെന്നുള്ളതാണ്. അപ്പം ആ ക്യാരക്ടർ ഒരു അഭിനേത്രി എന്നുള്ളതിൽ എത്രത്തോളം മൈലേജ് ഉണ്ടാക്കിയിട്ടുണ്ട്? സത്യത്തിൽ ആ ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോൾ ഇത്രയ്ക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ അതിൻ്റെ കഥ കേട്ടപ്പോൾ. പക്ഷെ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം സിനിമ കണ്ടപ്പോഴാണ് നമ്മൾക്ക് അതിന് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടെന്ന് ഒരുപാട് മെസ്സേജസും കോൾസും ഒക്കെ വന്നിരുന്നു. അത് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നമ്മളുടെ ചുറ്റുള്ള നമ്മൾ ഒരുപാട് പേരെയൊന്നും കാണണ്ട, നമ്മളുടെ ചുറ്റും സിനിമയിലേക്കോ അല്ലെങ്കിൽ ഇതിലൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ കാണുന്നത് ഡെയിലി കാണുന്ന ആരൊക്കെയാണ് ആ ക്യാരക്ടർ ആയിരുന്നത്. അതുകൊണ്ടാണ് ആ ക്യാരക്ടർ എല്ലാവരുടെ മനസ്സിലും തങ്ങി നിൽക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഗുണം ചെയ്തു. തീർച്ചയായിട്ടും അതും ഗുണം ചെയ്തു. അതിലും മുന്നിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള ആ വേഷം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വേഷത്തിൽ പറഞ്ഞപ്പോൾ അതിൽ വരുന്ന സമയത്ത് ഭയങ്കര സന്തൂർമ്മയും ഇവിടേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിൽ നിൽക്കില്ല. ഇപ്പം ലൈച്ചേച്ചിയുടെ വീഡിയോ വരുന്ന സമയത്ത് അതിൽ കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് ലൈച്ചേച്ചിന് ക്യാരക്ടർ ആവുന്ന പോലെയോ നിങ്ങൾ ഓൺ സ്ക്രീൻ കാണുന്ന പോലെയല്ലോ, ഓഫ് സ്ക്രീനിൽ കാണാൻ ഭയങ്കര സുന്ദരിയാന്നുള്ള രീതിയിൽ. അപ്പോ എന്ന് പറഞ്ഞ പോലെ അപ്പൊ നമുക്ക് എല്ലാ തരം ക്യാരക്ടറും ഇത് ഉൾക്കൊള്ളാൻ പറ്റും. രണ്ട് തട്ടിൽ നിൽക്കുന്ന വേഷം കൂടിയല്ലേ? ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് കാര്യം, എനിക്കൊരു അമ്മ റോള് വേണം എന്ന് പറഞ്ഞു. അപ്പം ലതയുടെ ഫോട്ടോസ് എനിക്ക് അപ്പൊ ആദ്യം എനിക്ക് അയച്ചപ്പോ എനിക്ക് സത്യം പറഞ്ഞ വേറൊരു മൂവി ചെയ്തിരുന്നല്ലോ, സോളം എന്ന് അങ്ങനെ എഴുതൊരു, അതിലായിരുന്നു എനിക്ക് അയച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മനസ്സിലുള്ള അമ്മയല്ല, അപ്പൊ നമുക്ക് വേറെ ആരെങ്കിലും നോക്കാന്ന് പറഞ്ഞു കാസ്റ്റ് ചെയ്തോണ്ടിരുന്ന സമയത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേ അപ്പൊ എന്നോട് ചോദിച്ചു എങ്ങനത്തെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശരിക്കും ഒരു പട്ടത്തി സ്റ്റൈലായിരിക്കണം, കുറച്ച് തമിഴ് ലുക്ക് വേണം. പറഞ്ഞു തീരുന്നതിന് ഇപ്പൊ തന്നെ ടക്കടക്കാതെ കുറെ ഫോട്ടോസ് എനിക്ക് അയച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എൻ്റർലി ഡിഫറെന്റ് ആണല്ലേ, അത് ഓരോ ക്യാരക്ടറായിട്ട് മാറുമ്പോഴും ആക്ച്വലി ഡിഫറെന്റ് സ്റ്റൈലാണ് വരുന്നത്. അത് നമുക്ക് കഥാപാത്രമായി മാറുന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ട് അത് ഫീൽ ചെയ്യിക്കും വേണം എന്നുള്ളതാണ്. അവിടെയാണ് ആ ടാലന്റ് വരുന്നത്. അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നു, മേക്ക് ഓവർ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതെ, അതൊരു ഭാഗ്യമാണ്. അത് എന്റെ മാത്രം കഴിവല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റുകളും കൂടി അത്ര സപ്പോർട്ട്. പക്ഷേ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവിടെ മേക്കപ്പിൽ നമ്മുടെ ബാഹ്യ സൗന്ദര്യങ്ങളിലാണ് മാറ്റം വരുത്തുന്നത്. ഈ ക്യാരക്ടർ ആവുന്ന ഉള്ളിൽ നിന്ന് വരണം, അത് ടാലന്റ് തന്നെ വേണം എന്നുള്ളതാണ്. അതൊരു ഭാഗ്യം തന്നെയാണ്. എല്ലാവരും അങ്ങനെ പറയണ കേൾക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്തിരുന്ന് പറയുമ്പോൾ എനിക്ക് അത്ര വലിയ സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, ഒരു ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്, ആ ഒരു ആംബിയൻസും കൂടി നമ്മളെ ഒരു കഥാപാത്രം ആവണേൽ ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒന്നാമത് ഒരു വനിത ഡയറക്ടർ മീൻസ് ലേഡി ഡയറക്ടർ എന്നുള്ള ഒരു ഇതിൽ നമ്മൾക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കംഫർട്ടബിൾ സോണാണ്, നമുക്ക് എന്തും പറയാനുള്ള. പിന്നെ ഞാനൊരു പ്രവാസിയായിരുന്നു 15 വർഷത്തോളം, ഞാനും ദുബായിലായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടുതൽ എനിക്ക് മാമിനോടൊരു അറ്റാച്ച്മെന്റ് അവിടെ ചെന്ന് പിന്നെ സംസാരിച്ചപ്പോൾ നമ്മൾക്ക് ഒരു പേടി തോന്നേണ്ട ഒരു കാര്യം, ഒരു ഫ്രണ്ട്ലി ആയിട്ട് കൂടെ നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ളത് അങ്ങനെ പറയണ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കംഫർട്ടബിൾ ആയാൽ നമുക്ക് ആ ക്യാരക്ടർ എത്രയും പെട്ടെന്ന് എനിക്കെന്നല്ല ഏതൊരു ആർട്ടിസ്റ്റിനായാലും മീൻസ് ഡയറക്ടർ സൈഡിൽ നിന്ന് ഒരു കംഫർട്ടബിൾ ഒരു ഇത് വരുമെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. ദൈവം സഹായിച്ച അങ്ങനെയുള്ള സിനിമകളിലാണ് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മോനെ കുട്ടസൗരവേ എനിക്കൊന്നൊരു അറ്റത്തും തുടങ്ങി അവിടെ എത്തിയെന്നുള്ളൂ. പക്ഷേ അതെ, അപ്പോ ഒരുപാട് സന്തോഷം, അതിനേക്കാൾ ഏറെ അഭിമാനം. നീ ഇങ്ങനെ ഇരിക്കുന്നതിൽ, അതൊരു സിനിമയുടെ ലീഡ് ചെയ്യുന്നതിൽ, ഗംഭീര വേഷം ചെയ്തിരിക്കുന്നതിൽ അതിന്റെ സന്തോഷ അഭിമാനം ആദ്യം അറിയിച്ചെന്നെ തുടങ്ങട്ടെ. കാരണം വർഷങ്ങളായിട്ട് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ കുറേ നല്ല വേഷങ്ങൾ, ചെയ്യുന്ന വേഷങ്ങൾ ചെറുത് വലുതായിട്ട് ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ നിന്റെ ഓൾറെഡി ബ്ലഡിൽ നീ ആർട്ടിസ്റ്റാണ്, അച്ഛൻ വഴി കിട്ടിയ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ
നിന്നെ കാണുന്നതിന് സന്തോഷം ഇവൻ ആദ്യമേ അറിയിച്ചത് അതുകൊണ്ട്. അപ്പം ആലിയിൽ എത്തി നിൽക്കുന്നു. സോ എന്താണ് എപ്പോഴും നമ്മള് വേഷങ്ങൾ ചെയ്യുമ്പോഴും സിനിമ ചെയ്യുന്നതും സന്തോഷമാണ്. അതിനേക്കാൾ ഉപരി നമ്മൾ ലീഡ് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നതിന്റെ കുറച്ചൊരു ഇത് കൂടുതലാണ് അല്ലേ? നമുക്ക് ഇരട്ടി മധുരാണെന്നുള്ളത്. എല്ലാ ആക്ടറും ഇപ്പൊ ഐ എം എ ബിഗിനർ, ലൈക്ക് ഇപ്പൊ ഇതിന്റെ റിലീസ് ആകാൻ പോണ 4ാമത്തെ പടമാണ്, ബട്ട് എന്റെ ലീഡിംഗ് ആയിട്ട് വരുന്ന ഫസ്റ്റ് പടമാണ്. സോ നമ്മളെല്ലാരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബ്രേക്ക് ആണല്ലോ, ലൈക്ക് ഫസ്റ്റ് മൂവി ആസ് എ ലീഡ്. സോ ദിസ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ. അങ്ങനെ നമ്മൾ സാധാരണ പറയും ഒരു സിനിമ കണ്ട് ഒരു സംവിധായകരുടെ അടുത്ത സിനിമയിലേക്ക് വരുന്നത്, ഒരു സിനിമയുടെ എന്താ പറയാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കണ്ടിട്ട് അടുത്തൊരു സിനിമയ്ക്ക് കാസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര റയറായിട്ട് സംഭവിക്കുന്നതാണ്. അത് ഭയങ്കര ഒരു ലക്കി ഫാക്ടർ ആണ് എല്ലാ രീതിയിലും. ആക്ച്വലി ആ മൂവി ഇറങ്ങാൻ പോകുന്നുള്ളൂ റാസാത്തി, ദാറ്റ്സ് കമ്മിങ് അപ്പ് ഇൻ ലൈക്ക് ഒരു 1 or 2 months നമുക്ക് റിലീസ് കിട്ടുന്ന പോലെ ആയിരിക്കും. അതല്ലാതെ ബാക്കി പരിപാടിയൊക്കെ തീർന്ന് റിലീസിന് റെഡി ആയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. സോ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ മാമിന്റെ ഫസ്റ്റ് പടം വർക്ക് എടുക്കുന്നത്. അതെ. അപ്പം ആക്ച്വലി എന്റെ ട്രെയിലർ ലോഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു. ഫാദറുമായിട്ട് എനിക്ക് പരിചയം കേട്ടോ. അപ്പൊ സൗരവ് അങ്ങനെ വന്നു. ആക്ച്വലി ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും അടുത്ത സ്റ്റോറി എഴുതി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങൾ ഷൂട്ടിങ്ങിന്റെ പ്ലാൻ ആക്ച്വലി ജൂലൈ ഓഗസ്റ്റ് പ്ലാൻ ചെയ്തു. പക്ഷെ നമ്മുടെ ഈ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് ഇനി ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാ ഫിലിമും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർക്കിലേക്ക് ഞാൻ കയറും. അങ്ങനെ ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ട് വർക്കിലേക്ക് നിൽക്കുമ്പോഴാണ് നമ്മളുടെ ട്രെയിലർ ലോഞ്ച് നടക്കുന്നത്. അപ്പൊ ഈ സൗരവിനെ കണ്ടപ്പോ ശരിക്കും എന്റെ ഹീറോ ആക്ച്വലി ഞാൻ പെട്ടെന്ന് കാണുകയാണ്. അപ്പൊ സാർ ഫാദർ വന്ന് എന്നോട് സംസാരിച്ച് ഏതെങ്കിലും ഒരു റോള് മോന് നോക്കണം, ഇങ്ങനെ അവരുടെ ഫിലിം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഫുള്ളായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഈ മുടി കട്ടിയില്ല, മുടി ഉണ്ട് കേട്ടോ, ഇത്രയും മുടിയുണ്ട്. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കാര്യം എന്റെ നായകന് മുടിയുണ്ട്, ആ മുടി ഇങ്ങനെ പറക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു ഈ മുടി കട്ട് ചെയ്യരുത്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ടൈമിൽ. കാണുന്ന അല്ലെങ്കിൽ സംവിധായക നായകനെ കാണുന്ന മൊമെന്റ് അതാണ്. അപ്പൊ അതുവരെ എഴുത്തിൽ ശരിക്കും നായകന്റെ രൂപം അങ്ങനെയായിട്ട് സൗരവിനെ അതിൽ ക്യാപ്ചർ ആയതാണ്. അതെ. കാര്യം തന്നെ ഞാൻ എന്റെ മനസ്സിൽ കണ്ട നായകനാണ് പിന്നെ ഞാൻ ശരിക്കും റിയലിൽ കാണുന്നത്. ഞാൻ അതുവരെ സൗരവിനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എങ്ങനെയാണോ ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എനിക്ക് ചിത്രം വരുന്നുണ്ടല്ലോ നമുക്ക്. പക്ഷെ അത് നോക്കുമ്പോ ആ പയ്യൻ എന്റെ മുന്നിൽ നിൽക്കുക, കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അത് ഒരു നിമിത്തമാണ് അല്ലേ? അതെ. അപ്പൊ ഞാൻ അതുകൊണ്ട് പറഞ്ഞു ഈ മുടി കട്ട് ചെയ്യരുത്. പിന്നെ അതുമല്ല ഞാനിപ്പോ ഇന്ന് വന്നപ്പോ ഞാൻ പറയാം ക്ഷീണിച്ചിരിക്കുക. പക്ഷെ അന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഒരു സാധാരണ ഒരു ഡോക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. അതിന്റെ അകത്തമ്മ ഒരു ചെറിയൊരു ഹെവിനെസ് ഒക്കെ ഉണ്ട് ആൾക്ക്. ഇപ്പൊ തന്നെ ഇപ്പൊ ഇങ്ങനെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചേഞ്ച് ആയിരിക്കുന്നത്. പക്ഷെ ആ ഒരു കറക്റ്റ് ബോഡി സ്ട്രക്ചർ ഉൾപ്പെടെ എല്ലാം. അപ്പൊ ഞാൻ ഫുൾ സ്കാൻ ചെയ്തിട്ടാണ് ഞാൻ പോയത്. ഇത് തന്നെയാണ് ഞാൻ ശരിക്കും ഒരു ഫാമിലിയും അച്ഛൻ ഡയറക്ടറാണ്, ഇപ്പൊ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ മോഡലുമാണ്, ആക്ട്രസ് ആണ്. അപ്പം ശരിക്കും ഫാമിലി തന്നെ ശരിക്കും ഇതിൻ്റെ ഒരു ആവാസസ്ഥ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് ഗുണം ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ വരെ നമുക്ക് എവിടേക്കോ ഇതിന് ഒരു പേടി കലർന്ന ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ വരും നമ്മൾ എടുക്കുന്ന വേഷങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന വർക്കുകളിലും ഒക്കെ. അപ്പം ഇത് ശരിക്കും ഏത് കൂടുതൽ ഫീൽ ചെയ്യുക? ഇല്ല, എനിക്ക് പേഴ്സണലി അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പൊ എൻ്റെ പേരൻസ് ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ഞങ്ങളെല്ലാം വേറെ വേറെ വർക്കിൽ നിന്ന് വരുന്ന ആൾക്കാർ. പിന്നെ ഫിലിമിനോടും ആർട്ടിനോടും ഉള്ള ഒരു ഇൻട്രസ്റ്റ് കാരണം ഇങ്ങനെ ചെയ്തു പോടുന്നതേ പറയാൻ പറ്റുള്ളൂ. സോ അച്ഛൻ്റെ ഇപ്പൊ ഫസ്റ്റ് പടമാണ്. ചേച്ചി ലൈഫ് ഇസ് ഇൻഡിപെൻഡന്റ്, അവളുടെ വർക്കും ലൈഫൊക്കെ അവൾ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന പ്രൊജക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് ചെയ്യണം എന്നുള്ളത് ഓരോ പ്രൊജക്ട് കഴിയുമ്പോഴും നമുക്കൊരു ഡ്രൈവ് ഉണ്ടാവുമല്ലോ. ഇംപ്രൂവ്മെന്റിനുള്ള ഒരു സ്ട്രൈവിംഗ് ആണ്. ഓക്കെ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇപ്പൊ എന്റെ കുറച്ച് പ്രൊജക്ട്സ് എല്ലാം ഒന്നിച്ചാണ് ഇപ്പൊ റിലീസും കാര്യങ്ങളൊക്കെ വരാൻ പോണെ. ഹോപ്പ്ഫുള്ളി ദാറ്റ് മൊമെന്റം വിൽ ടേക്ക് മീ സംവെയർ. അങ്ങനെയൊക്കെ ഒരു ഹോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പല നാളുകൾ ചെയ്ത സിനിമ പക്ഷെ വരുന്നതെല്ലാം ഒരുമിച്ച് അല്ലെ വരുന്നു എന്നുള്ളതാണ്. അല്ല ചേച്ചി, നമ്മളെപ്പോഴും നമ്മളിപ്പോൾ ഒരു കഥാപാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഭയങ്കര നമുക്ക് അഭിമാനം തരുന്ന ഒരു കാര്യം. പക്ഷെ അടുത്തൊരു കഥാപാത്രത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് എവിടേക്കോ ഇതിൻ്റെ ഒരു ചൊയ, ഇതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവാതിരിക്കുകയാണ് എപ്പോഴും ബെറ്റർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു കഥാപാത്രം ഇഷ്ടപ്പെടുത്തി നിർത്തിക്കൊണ്ട് തന്നെ അടുത്ത് വരുന്നൊരു വേഷം എവിടേക്കും ഇത് ബന്ധപ്പെട്ട് കിടക്കുമെന്നൊരു പേടിച്ചിരിക്കും ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ വരാറുണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ മുൻകൂട്ടി പറയും ചിലപ്പോൾ അത് ടൈപ്പ് കാസ്റ്റ് ആയി പോയേക്കാം എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ ഉണ്ട്. അപ്പം അങ്ങനെയുണ്ടോ, അങ്ങനെ ചിന്തിക്കാറുണ്ടോ ശരിക്കും? ഇല്ല, അങ്ങനെ ഒരേ ടൈപ്പ് കഥാപാത്രം നമുക്ക് കിട്ടല് അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഞാൻ അധികം ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഒരേ ടൈപ്പുള്ള ക്യാരക്ടറുകൾ വന്നിട്ടില്ല. എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ ചിലർ ചോദിക്കാറുണ്ട് അമ്മ കഥാപാത്രങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ എല്ലാ അമ്മമാരും വ്യത്യസ്തമാണ്. നമ്മൾ കാണുന്ന അമ്മമാര് ഇപ്പൊ പ്രിൻസിലത്തെ അമ്മ വേറെ, ഇതിലത്തെ അമ്മ വേറെ, ഇതിലത്തെ അമ്മ വേറെ, ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടി തോന്നിയിട്ടില്ല. പക്ഷെ
ചെയ്യണത് ചെറിയ വേഷമായാലും അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് ഓരോ കഥാപാത്രങ്ങളും സ്വീകരിക്കാറ്. ഇത് മുമ്പ് 15 വർഷം അല്ലെ അവിടെ ഉണ്ടായിരുന്നു, അബ്രോഡ് ഉണ്ടായിരുന്നു. അവിടെയും ഷോർട്ട് മൂവീസ് ചെയ്തിരുന്നു, ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അല്ലെ? അവിടെ ഞാൻ ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ അതിൽ കുറിപ്പിൽ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള പറഞ്ഞിരിക്കുന്നു, പണ്ട് ഞങ്ങൾ ഷോർട്ട് മൂവി ചെയ്ത ആളാ, അന്നും ഭയങ്കര എളിമയോട് നിന്നിരുന്ന ഒരാളാണ് എന്നൊക്കെ. അപ്പൊ അബ്രോഡ് ഐ മീൻ ഒരു പ്രവാസി ലൈഫ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് നേരത്തെ മാം പറഞ്ഞ പോലെ ഈ കലയൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടായിരുന്നു. അപ്പം എവിടെയൊക്കെ സിനിമയിൽ എത്തും, മലയാള സിനിമ എന്റേതായിട്ടുള്ള സ്പേസ് ഉണ്ടാവും എന്നൊരു വിഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും ഞാനത് ചിന്തിച്ചിട്ടില്ല. എന്നെ അറിയണ ആർക്കും എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഫിലിമിലുണ്ട്, ഡാൻസ് കളിക്കണമെന്നൊക്കെ. എന്താ വെച്ചാൽ ഞാൻ സ്കൂളിലോ കോളേജിലോ ഇതുവരെ ഒരു സ്റ്റേജൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞു, പഠിക്കുമ്പോൾ തന്നെയായിരുന്നു കല്യാണം. അത് കഴിഞ്ഞ് ദുബായിൽ പോയി ജോലിയായി. 15 years അവിടെ ഫിനാൻസ് മാനേജറായിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കലേ മോള് 10th ക്ലാസ്സിലായപ്പോൾ ഞാൻ ജോബ് റിസൈൻ ചെയ്തു, അവളൊന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളതിൽ. അപ്പോൾ നമ്മളുടെ ഫാമിലി ഫ്രണ്ട് ഒരു ഫിലിം എടുത്തു. അതിലൊരു 4 സീൻ ചെയ്തുകൊണ്ടാണ് എൻ്റെ സിനിമയിലേക്കുള്ളൊരു തുടക്കം. അതാണ് വഴിത്തിരിവ്. അവിടെ നിന്ന് ദൈവം സഹായിച്ചു, പിന്നെ വർക്കുകൾ വന്നു തുടങ്ങി. അങ്ങനെ ഇപ്പം നാട്ടിൽ സെറ്റിലായപ്പോഴാണ് ശരിക്കും സിനിമയിലേക്കും പരസ്യചിത്രങ്ങളിലേക്കും ഇറങ്ങാൻ പറ്റിയത്. പിന്നെ അവിടെ ദുബായിൽ തന്നെ ഞാൻ ഒരു UBL എന്ന് പറഞ്ഞ TV-യിലെ ആങ്കറായിട്ടും കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ പറയും മലയാള സിനിമ നായകന്മാര് വിവാഹത്തിന് ശേഷം കരിയർ നഷ്ടമാണ്, ബ്രേക്ക് ആവണമെന്നത്. ഇവിടെ വിവാഹത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? സത്യം. അത് മോളുടെയും ഹസ്ബൻഡിന്റെ അത്ര സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അയക്കണത്. നമ്മള് ആലിയെ കുറിച്ച് പറയുമ്പോൾ സമയം ആ പേരിൽ ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. അപ്പം എങ്ങനെ ആലി, അതൊരു എന്താ ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റ് ആണ്. അപ്പൊ നായകയുടെ പേര് തന്നെ ആലി എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ആ ആലിയിലേക്ക് എത്താൻ ഒരു കാരണമുണ്ടോ? ആലിയിൽ മെയിൻലി എന്ന് പറഞ്ഞാൽ ഇതിലെ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മഴയാണ്. അപ്പോൾ നായിക കിട്ടുന്നത് ആക്ച്വലി അവര് ഒട്ടും എക്സ്പെക്ട് ചെയ്ത് പ്രേമിക്കാൻ പോകുന്ന വ്യക്തിയൊന്നുമല്ല. ഈ മഴ സമയത്ത് ഒരു കണ്ടുമുട്ടുകയും അപ്പൊ ആ മഴ അവരുടെ ഫേസിലേക്ക് വീഴുകയും അതിൽ നിന്നാണ് ഒരു പാട്ടും തുടങ്ങുന്നുണ്ട്, ആലി ആലി എന്നുള്ള സോങ്. അപ്പൊ ആലി മീൻസ് ആലിപ്പഴത്തിന്റെ, അതെ, അതുകൊണ്ടാണ് ആലി തന്നെ പേരിട്ട്. നായിക്കും എന്താണോ അല്ലെ മഴയോളം അല്ലെ റൊമാൻസിലെ മറ്റെന്താണ് എന്ന് പറഞ്ഞ പോലെ ആ പേര് തന്നെ അതിലോട്ട് ചൂസ് ചെയ്ത്. സിനിമ റിലീസ് ചെയ്യുന്ന സന്തോഷമാണ്, പക്ഷെ അതൊരു ഫെസ്റ്റിവൽ കാലഘട്ടം, പ്രത്യേകിച്ച് ഓണം റിലീസ്, ക്രിസ്മസ് ഈ സമയത്ത് ഇറങ്ങുന്നത് കുറച്ച് സ്പെഷ്യലാണ്, വിഷു സ്പെഷ്യൽ ഷോ. അപ്പോൾ ആ ഒരു പിടി ചിത്രങ്ങളുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലേക്ക് ഇറങ്ങുന്നു. നമ്മളെപ്പോഴും ഓണം വിന്നർ ആവുന്ന ഈ സിനിമയായിരിക്കും. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ എപ്പോഴും വരും. അതെല്ലേ, അങ്ങനെ ഒരു ധാരണയുണ്ട്. ഐ മീൻ ഫെസ്റ്റിവൽ സമയങ്ങളിൽ ഒരു സിനിമ ഇറക്കാന്നുള്ള അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ഇന്ന സമയത്ത് വേണമെന്നല്ല, പക്ഷെ നമുക്ക് എല്ലാ സാധ്യതകളും വരണം. ആക്ച്വലി ഞാൻ ശരിക്കും നമ്മുടെ പ്ലാൻ ചെയ്തത് ഒരു മാർച്ച് ഏപ്രിൽ മന്ത് അല്ലെങ്കിൽ 24 നമ്മൾ ഷൂട്ട് എല്ലാം ഫിനിഷ് ചെയ്ത്. ഡിലേ വരാൻ കാരണം നമുക്ക് മലയാളം ഡബിങ് വേണം. അപ്പം ശരിക്കും ഇത് മൾട്ടി ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്, തമിഴും മലയാളം. കാര്യം ബോർഡറിൽ നടക്കുന്ന സംഭവമാണല്ലോ, തമിഴ്നാട് കേരള ബോർഡറിൽ. അപ്പം നമ്മൾ ആ സെയിം ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യാൻ വിചാരിച്ചു, 2 സ്ഥലത്ത് ഒരേപോലെ ഇറക്കാന്നുള്ളത്. അപ്പം അതിനോട് കൃഷ്ണപ്രസാദ് സാറാ പറഞ്ഞത്. സാറ് പറഞ്ഞു, ഒന്ന് കൃഷ്ണ അത് മലയാളത്തിൽ മാത്രം ഇടാക്കിക്കോ എന്ന് പറഞ്ഞു. ആക്ച്വലി ഇത് ഒറിജിനലി തമിഴാണ്, മലയാളത്തിലേക്ക് ഡബ് ചെയ്താണ് വരുന്നത്. അപ്പൊ ഡബിങ് ടൈം എടുത്തു. നമുക്ക് ഡബിങ് ടൈം എടുത്തെന്ന് പറഞ്ഞാൽ അത് വേറെ കഥയാണ്, അതൊക്കെ ഒരുപാട് പിന്നെ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ തമിഴിലും ഫസ്റ്റ് ലീഡ് ചെയ്യുന്നു. അപ്പൊ തമിഴും മലയാളവും ഇത് ലീഡ് തമിഴ് കൂടി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. ഇപ്പം നമ്മളെപ്പോഴും ചെയ്യുന്ന സമയത്ത് ലീഡ് ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള കുറച്ചൊരു യൂണീക്ക് വേ എപ്പോഴും നമ്മൾ ക്രിയേറ്റ് എടുക്കാൻ എപ്പോഴും ശ്രമിക്കും. ഇങ്ങനൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അത് ഇത്തരം വേഷങ്ങൾ വരുമ്പോൾ ഒന്നും മാത്രമുള്ളതല്ല, ഒരു ക്യാരക്ടർ ചിന്തിക്കുമ്പോൾ ഒരു സംവിധായകനോ എഴുത്തുകാരനോ മനസ്സിൽ ആദ്യം വരുന്ന മുഖങ്ങളായിട്ട് മാറണം എന്നായിരിക്കും നമുക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടാവുമോ ശരിക്കും ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട്? ഇപ്പോൾ ക്യാരക്ടറിന് വരുമ്പോൾ ഡയറക്ടറോട് ചോദിക്കും, അതിനപ്പുറത്തേക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സെൽഫ് വർക്ക്ഷോപ്പ് ശരിക്കും എന്തായിരിക്കും? ഈ ക്യാരക്ടറിലേക്ക് എത്താനുള്ള ഒരു പ്രിപ്പറേഷൻ ഡെഫിനറ്റ്ലി നമുക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് അസിസ്റ്റ് ചെയ്യാനാണല്ലോ നമ്മുടെ ഡയറക്ടേഴ്സും നമ്മുടെ ക്രൂ എല്ലാം ഉള്ളത്. സോ അതല്ലാണ്ട് ഇങ്ങനെ ഒരു മൈൽ സ്റ്റോൺ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എല്ലാവരും എപ്പോഴും റിമെമ്പർ ചെയ്യുന്ന ഒരു ഫേസ് ആയിരിക്കണം, എന്നെ തന്നെ കാസ്റ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടൊരു പ്രിപ്പറേഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ചെയ്ത എവിടെയെങ്കിലൊക്കെ എത്തിപ്പോവായിരിക്കും. സൗരവ് ചിലപ്പോൾ മുടി കെട്ടിയേക്കും. അപ്പൊ ഞാൻ പറയും എന്റെ അട്രാക്ഷൻ മുടിയാണ്, മുടി അഴിച്ചിട്ടേ പറ്റുള്ളൂ. അത് ആ സമയങ്ങളിൽ മാത്രമേ എനിക്ക് പറയേണ്ടി വന്നിട്ടുള്ളൂ. അപ്പം ആളറിയാതെ സൗരവ എന്നുള്ള രീതിയിൽ മുടി കെട്ടി വെച്ചിട്ട് ചിലപ്പോഴൊക്കെ ഇത്ര വലിയൊരു സിനിമയുടെ ഭാഗമായിട്ട് കുറെ അഭിനന്ദനങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും നെഞ്ചോട് ചേർത്ത് വെക്കുന്നൊരു ഏതായിരിക്കും, ആരുടെ ഭാഗത്തുനിന്നായിരിക്കും? ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാൾ പറഞ്ഞത് ആരായിരിക്കും?
സത്യത്തിൽ എൻ്റെ അമ്മ പറഞ്ഞതാ. എന്താന്ന് വെച്ചാല് അമ്മയ്ക്ക് സിനിമയിൽ വരുന്നത് പേടിയായിരുന്നു. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, അച്ഛൻ ദുബായിലായിരുന്നു. അങ്ങനെ അമ്മ വളർത്തിയ മക്കളാണ്. അപ്പൊ സിനിമ എന്നൊക്കെ പറയുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിയുണ്ട്. സാധാരണ അമ്മമാര് പറയും നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എന്താന്ന് ചോദിക്കും, മൂക്ക് കുത്തിക്കോ, കറങ്ങി കിടന്നോ, ഷോർട്സ് ഇട്ടോ. ഇല്ല, ഇപ്പോഴും ഞാനൊരു 17-കാരിയാണ് എൻ്റെ അമ്മയ്ക്ക്. ആണല്ലേ? അപ്പൊ അമ്മയ്ക്ക് സിനിമ എന്ന് പറഞ്ഞ പേടി ഉണ്ടായിരുന്നു, ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം. ആദ്യമായിട്ടാണ് അപ്പം ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് ഇങ്ങനെ തിയേറ്റർ വിസിറ്റ് ഒക്കെ നടക്കുമ്പോൾ അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ ഒരു പ്രാവശ്യം അമ്മ വന്ന് ഈ സിനിമ കണ്ടിട്ട് അമ്മയ്ക്ക് ഇഷ്ടമായില്ല വെച്ചാൽ ഞാൻ സിനിമ നിർത്തിക്കോളാം. അത്രയും ഞാൻ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് അന്ന് അമ്മ സിനിമയ്ക്ക് കൊണ്ടുപോയി. സിനിമ കണ്ട അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് ഏറ്റവും വലിയ അവാർഡ്. പിന്നെ നാട്ടിൽ നിന്നൊക്കെയുള്ള സ്വീകരണം എല്ലാത്തിലും അമ്മ വന്നു. അത് അമ്മയ്ക്ക് ഇഷ്ടമായോണ്ട. അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ കണ്ടിന്യൂ ചെയ്യുന്നൊന്നും പറയണ്ട. അവരുടെ ചില ഇതുകളുണ്ടല്ലോ, പെരുമാറ്റം കാണുമ്പോൾ നമുക്കറിയാം ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് സത്യത്തിലെ ഏറ്റവും വലിയൊരു അവാർഡ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ഒരു പിടി താരങ്ങളുണ്ട് അല്ലെ? കൈലാഷ്, ഒരുപാട് പേര് ഉണ്ട്. ആദിയ പ്രസാദ് ലീഡ് ചെയ്യുന്നു. അപ്പം എങ്ങനെ അവരിലോട്ടൊക്കെ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഞാനൊരു നായിക സെലക്ഷന് വേണ്ടി ഒരുപാട് പേരെടുത്ത് ഇപ്പൊ ഈവൻ സൗരവിനോടൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങൾക്ക് അറിയാന്നുള്ള ആരെങ്കിലും ഒക്കെ അയച്ചു തരൂ. എനിക്ക് തോന്നുന്നു കുറെ ഷോർട്ട് ഫിലിംസ് എനിക്ക് ആരോ അയച്ചു തന്ന ഷോർട്ട് ഫിലിമില് ഷൈൻഡ്രോ ചോക്കയുടെ കൂടെ അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതില് ഞാൻ ഉദ്ദേശിച്ച ഒരു നായികനെ കണ്ടു. അങ്ങനെയാണ് നായകനെ കണ്ട പോലെ. അതെ അതെ, നായികയ്ക്ക് ഒരു കാര്യം ബ്യൂട്ടിഫുൾ ആയിരിക്കണം. പിന്നെ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊന്ന് അവരെ ഇഷ്ടപ്പെടണം ആരായാലും. അതാണ് നായികയുടെ ഒരു പ്രത്യേകത. പിന്നെ നോക്കിയപ്പോൾ പല രീതിയിൽ നോക്കുമ്പോഴും അവർ അഭിനയിക്കുന്നുണ്ട് നന്നായി. അഭിനയിക്കാൻ നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരത്തെ സെലക്ട് ചെയ്തു. അങ്ങനെ വിളിച്ചപ്പം അവരന്ന് അബുദാബി തന്നെ, ഐ തിങ്ക് ദുബായിലുണ്ടായിരുന്നു. അങ്ങനെ വന്ന് അഭിനയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഭാഗമായി ഒരു സന്തോഷം കൂടിയുണ്ട്. പ്രവാസികൾക്ക് സാധ്യതയുള്ളൊരു എല്ലാ എമിറേറ്റ്സും കവർ ചെയ്ത് ഷൂട്ട്. അതെ, ഞങ്ങള് ഷാർജ, ദുബായ് എല്ലായിടവും അബുദാബിയിലൊക്കെ ഏഴാത്ഭുതങ്ങള് കണ്ട്. സോങ്ങില് ശങ്കറിന്റെ മൂവിയിലെ സോങ്ങിലെ ഏഴാത്ഭുതങ്ങൾ പറഞ്ഞ പോലെ എല്ലാ എമിറേറ്റ്സും വന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കൂടുതൽ ചെയ്യാൻ നമുക്കവിടെ ഷൂട്ടിങ്ങിന് ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് അപ്രൂവൽസ് കിട്ടാൻ വലിയ താമസമാണ്. അപ്പം നേരത്തെ കുട്ടി എടുത്തു വെച്ച് ആ ലൊക്കേഷനിൽ പോകണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തില്ലേ നമുക്കത് പോയി. ഒരു ദിവസമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് കവർ ചെയ്യാൻ പറ്റി, മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓഗസ്റ്റ് 14 ഒരു പിടി ഓണച്ചിത്രങ്ങളുടെ ഒപ്പം ആലിയുണ്ട് അല്ലേ? അതൊരു ആരോഗ്യകരമായിട്ടുള്ള സന്തോഷത്തിന്റെ മത്സരം കൂടിയുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ വരുമ്പോൾ അതിൽ ഓണം വിന്നറാവട്ടെ, അതിനൊക്കെ ആളുപരി അല്ലെ ഒരു സംവിധായകൻ ചെയ്യുന്ന എല്ലാവരും തിയേറ്ററിൽ കാണട്ടെ. മലയാളത്തിലും തമിഴിലും ഒരേപോലെ ഹിറ്റ് അടിക്കട്ടെ. സോ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ അങ്ങ് അബുദാബിയിൽ നിന്ന് കടൽ കടന്ന് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.